ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ മക്കളെ, ഒന്നാമതായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്ലവറിൻ്റെ ചിത്രമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. എന്ത് ചിത്രമാവാം? നിങ്ങൾക്ക് ഇവിടെ എത്രയാണുള്ളത്? 10 ആണുള്ളത്. ഇങ്ങനെ വലിയൊരു ലൈൻ എന്ന് പറയുന്നത് 10ൻ്റെ കൂട്ടങ്ങളാണ് കേട്ടോ, 10ൻ്റെ കൂട്ടങ്ങളാണ്. അപ്പോൾ ഇത് എത്ര ഉണ്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറയും. ചെറിയൊരു ബോക്സ് തരും, എത്ര ഉണ്ട് എന്ന് എഴുതാൻ. അപ്പോൾ ഇതെത്രയാ? 10. അപ്പോൾ 10ഉം 10ഉം എത്രയാ? 10 + 10 എത്രയാ? 20. പിന്നെ ഇവിടെ എത്രയാ ഉള്ളത്? 1 2 3 4 അല്ലേ? അപ്പോൾ 20 + 4 എത്രയാ? 24. അപ്പം നമുക്കിവിടെ 24 എന്ന് എഴുതാം അല്ലേ. 10 + 10 20, 20 + 4 24. ഇനി ഇത് തന്നെ ചിലപ്പോൾ ഇതിൽ നമുക്കൊരു 4 എണ്ണം മാച്ച് കളയാം. ഇതില്ല. ഇങ്ങനെയാണെങ്കിൽ എത്രയാ വരിക? ഇത് 10. അപ്പോൾ ഇതോ 1 2 3 4 5 6 7 അല്ലേ? 7 എണ്ണമാണുള്ളത്. അപ്പോൾ 10 + 7 എത്രയാ? 17 ആണ് അന്നേരം ആൻസർ വരും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും മക്കൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വീട്ടുകാരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നോക്കണം കേട്ടോ. കിട്ടുന്നുണ്ടോ എന്നുള്ളത്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉള്ളത്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ സിമ്പിൾമെന്ന് തുടങ്ങാം കേട്ടോ. 10 20 30 പിന്നെ ഇങ്ങനെ പാറ്റേൺ തരും. അപ്പോൾ അവിടുത്തെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വേറെ 19 18 17 ഇങ്ങനെ. പിന്നെയോ നമുക്ക് എത്ര എഴുതാം? 22 33 44 രണ്ടെണ്ണം ഡാഷ് ഇട്ട് കൊടുക്കാം. പിന്നെ 55 65 75 ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഏത് എഴുതും? ഒന്നാമത്തെ നോക്കിക്കേ, 10 20 30 അല്ലേ? 10 20 30. ഇനി ഏതാ വരിക? 40 പിന്നെ 50. അടുത്തത് 19 18 17. അപ്പോൾ 1 ഇങ്ങനെ കുറഞ്ഞ് വരിക, ഒന്ന് കുറഞ്ഞ് വരികയാണ് അല്ലേ? ബേക്കോട്ടാണ് എണ്ണുന്നത്. അപ്പോൾ 17ൻ്റെ ബാക്കിൽ ഏതാണ്? 16. ഏത് കഴിഞ്ഞിട്ടാണ് 17 നോക്കുക. ഇനി ഏത് കഴിഞ്ഞിട്ടാണ് 16? 15 കഴിഞ്ഞിട്ടാണ് അല്ലേ? അടുത്ത പാറ്റേണോ 22 33 44. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി വരുന്നുണ്ട് അല്ലേ? സെയിം ആണ് വരുന്നത്. അപ്പോൾ 55 66 ഓക്കെ അല്ലേ? അടുത്തത് 55 65 75 പിന്നെ 10 ആഡ് ചെയ്തിട്ടാണ് അല്ലേ? 10 10 കൂട്ടി പോവുക. 85 95. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു മോഡലാണ് ഇത്. ഇങ്ങനെ നോക്കിക്കേ, 16 ഇവിടെ തന്നിട്ടുണ്ട്, ഈ ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് നമ്പർ, അടുത്ത നമ്പർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അടുത്തതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് 2ൻ്റെയും നടുക്ക് അല്ലേ, മിഡിൽ വരുന്നത് ഏതാണെന്ന്. അപ്പോൾ 16 കഴിഞ്ഞാൽ ഏതാണ്? 17 17 ആണ് അല്ലേ? പിന്നെ ഇവിടെ 56 56 തന്നിട്ടുണ്ട്. അപ്പോൾ 56 കഴിഞ്ഞാൽ 56 കഴിഞ്ഞാൽ 57 57. അതുപോലുള്ളത് ചെയ്യണം കേട്ടോ. 21 കഴിഞ്ഞാൽ 22. ഇവിടെ 44 കഴിഞ്ഞാൽ 45. ഇനി 12 കഴിഞ്ഞാൽ 13. 89 കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ കൂടെ 9 കഴിഞ്ഞാൽ എന്തായി? ആ നമ്പർ കഴിഞ്ഞു അല്ലേ? 18ൻ്റേത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമ്പറാണ് ഇവിടെ തുടങ്ങുന്നത്, 90. അപ്പോൾ 89 90 91. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇങ്ങനെ നിങ്ങൾക്ക് നമ്പർ മിസ്സിങ് എഴുതാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതും ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നോക്കിക്കേ, ഇങ്ങനെ ഒരു നമ്പറിൻ്റെ ഒരു മാല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രമായിരിക്കും കേട്ടോ തരിക. നമ്പർ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 1 to 100 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് നല്ലപോലെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നമ്പർ അതിൻ്റെ ഇടയിൽ വന്നാലും, ഞാനൊരു ഉദാഹരണത്തിനാണ് ഈ നമ്പർ എഴുതിയിട്ടുള്ളത്, ഏത് നമ്പർ വന്നാലും മക്കൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്രയാ? 22 22 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതാണല്ലേ ഇവിടെ എഴുതേണ്ടത്. 21 21. ഇനി നമുക്ക് നേരെ മുന്നോട്ട് എഴുതാലോ. 23 അല്ലേ? 23 25 25 26 26. പിന്നെ ഇവിടെ 27 ഉണ്ട് അല്ലേ? 27. അപ്പോൾ പിന്നെ 28 29. പിന്നെ ഏതാ? 30. ഞാൻ പറഞ്ഞില്ലേ 2ൻ്റെ കൂടെ
ഒരു 9 വന്നപ്പോൾ ആ 2ൻ്റെ നമ്പേഴ്സിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് 3 ആണല്ലേ തുടങ്ങേണ്ടത്. അപ്പോൾ 30 30 31 ഇവിടെ ഉണ്ട്, 32 32 33 33 വരെയാണ് ഈ ഒരു ശൃംഖലയിൽ ഈ ഒരു മാലയിലുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറേ നമ്പേഴ്സ് ഇങ്ങനെ മിസ്സിങ് ആക്കിയിട്ട് വീട്ടുകാരോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരാൻ പറയാം കേട്ടോ. അടുത്തത് ഇതുപോലൊരു പാറ്റേൺ ഉണ്ടാവും കേട്ടോ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, ഇവിടെ 1 ആണുള്ളത്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അടുത്തത് എത്ര എണ്ണം വരയ്ക്കണം? 4 അല്ലേ. 1 2 3 എന്ന് വരുന്ന സ്ഥിതിക്ക് ഇവിടെ 4 വരയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ വരാം. ചിത്രം ഏതും ആവാം കേട്ടോ. പിന്നെ ഇവിടെ ഇതാ ഒരു വട്ടമുണ്ട്, 1 ആണുള്ളത്, ഇവിടെ 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വട്ടം വരയ്ക്കണം? 1 2 3 4 4 വട്ടം വരയ്ക്കണം. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ എത്ര ബോക്സസ് ആണുള്ളത്? 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ അത് എത്ര എണ്ണമായി? 1 2 3 3 എണ്ണമായി. ഇനി അടുത്തത് എത്തുമ്പോൾ 1 2 അല്ലേ, 2 എണ്ണമായി. അപ്പോൾ ഇനി ഏതാ വേണ്ടത്? കുറഞ്ഞ് പോവുക. അപ്പോൾ എത്ര ചതുരം വേണം അവിടെ? 1 അല്ലേ. ഇനി ലാസ്റ്റത്തെ നോക്കിക്കേ. ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് മക്കൾ ഒന്നുകൂടെ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4. ഇനി അടുത്ത ചിത്രത്തിലേക്ക് എത്തുമ്പോൾ എന്തായി? എത്ര ത്രികോണമാണുള്ളത്? 1 2 3 3 ത്രികോണങ്ങളാണുള്ളത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു വട്ടം വന്നു അല്ലേ, ഒരു സർക്കിൾ വന്നു. അപ്പോൾ ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 3 ആയി. നാലാമത്തതിന് പകരം എന്തായി? ഒരു വട്ടം വന്നു. അപ്പോൾ അടുത്തതിൽ നോക്കിക്കേ, 2 വട്ടം വന്നു. അപ്പോൾ ഒരു ത്രികോണം കൂടെ കുറഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്തതിൽ എത്ര വട്ടം വേണം? 3 അല്ലേ, 3 റൗണ്ട് വേണം. അപ്പോൾ എത്ര ത്രികോണം ഉണ്ടാവുക? എത്ര ട്രയാങ്കിളാണ് ഉണ്ടാവുക? 1. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ ഒക്കെ വരുന്നേരം മക്കളൊന്നും കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നേരത്തെ ചെയ്തത് നമ്മൾ ഈ 2 ഭാഗത്തുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നടുത്തത് കണ്ടുപിടിക്കാനായി. ഇപ്പം നടുവിലത്തെ നമ്പർ തന്നിട്ടുണ്ടാവും, അപ്പുറത്തെ ബാക്കിലത്തെയും മുൻപത്തെയും നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എത്രയാണ്? 95 95 അപ്പോൾ അതിൻ്റെ പുറകിൽ ഏത് നമ്പർ ആയിരിക്കും? 94. പിന്നെയോ 96 അല്ലേ, 94 96. അപ്പോൾ 94 95 96. ഇതുപോലെ എന്നിട്ട് ചൊല്ലി നോക്കുക കേട്ടോ, റെഡി ആയിക്കുന്നോന്ന്. പിന്നെ ഇവിടെ എത്രയാ? 60 ആണ്. ഇപ്പോൾ 60ൻ്റെ തൊട്ട് മുൻപ് ഏത് നമ്പർ കഴിയുമ്പോഴാണ് 60 തുടങ്ങുക? 6ൻ്റെ തുടങ്ങുക 5ൻ്റെ നമ്പർ കഴിയുമ്പോഴാണ് അല്ലേ. അപ്പോൾ 5 9 59 59 കഴിയുമ്പോഴാണ് 60. 60 കഴിഞ്ഞാൽ 61. ഇനി താഴെ നോക്കിക്കേ, ഇവിടെ 53 53 തന്നിട്ടുള്ളത്. അപ്പോൾ 52 54 അല്ലേ, 52 53 54. പിന്നെ 27 27 26 28 ഇവിടെ. അപ്പം 26 27 28. അപ്പം നിങ്ങൾ എഴുതി നോക്കിയിട്ട് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളതും കൂടുതൽ മക്കൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണേ. ഇനി അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ കുറച്ച് സാധനങ്ങളുടെ വിലകൾ തരും. ഇവിടെ കളറിന് 10 രൂപ അല്ലേ, 10 റുപ്പീസാണ്. പെൻസിലിന് 5 റുപ്പീസ് 5 രൂപ. റബ്ബർ എറേസറിന് 2 രൂപ അങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കും ഒരു ക്വസ്റ്റ്യന്, ഒരു കുട്ടി ഒരു കളറും ഒരു പെൻസിലും ഒരു റബ്ബറും കൂടെ വാങ്ങുകയാണെങ്കിൽ അവൾക്ക് എത്ര രൂപയാകുമെന്ന്. അപ്പോൾ 3 കൂടെ വാങ്ങുന്ന സമയത്ത് നമ്മൾ 3 കൂട്ടി നോക്കുക, ആഡ് ചെയ്യാം അല്ലേ. 10 + 5 + 2 അല്ലേ, 10 + 5 + 2 എത്രയാ? 10 5 15 15 2 17. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കളറും ഒരു റബ്ബറുമാണ് വാങ്ങിയത്, ഒരു എറേസറുമാണ് വാങ്ങിയത്. അപ്പോഴോ കളറിന് 10 രൂപ, എറേസറിന് 2 രൂപ അല്ലേ, 10 2. അപ്പോൾ എത്രയാ? 12 റുപ്പീസാണ്, 12 രൂപയാണ് വേണ്ടത്. ഇനി മക്കളോട് ചോദിക്കുകയാണ് 2 പെൻസിൽ അല്ലേ, 2 പെൻസിൽ ആൻഡ് 1 കളർ അങ്ങനെയാണെങ്കിലോ? അപ്പോൾ കളറിന് 10 രൂപയാണ്, പെൻസിലിന് 5 രൂപയാണ് അല്ലേ, 5 റുപ്പീസാണ്. അപ്പോൾ 2 പെൻസിലാണ് പറഞ്ഞത്. അപ്പോൾ 2 5 എത്രയാ? 5 + 5 എത്രയാ? 10 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 10 എത്രയാ വരിക? 20. ഇതുപോലെ മക്കൾക്ക് ഇതിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ അതും കൂടെ മക്കൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതിന് കൂട്ടാൻ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. 12 + 2
12 പ്ലസ് 2 അത് നമുക്ക് ഏത് രീതിയിൽ ഇങ്ങനെ എളുപ്പത്തിൽ കൂട്ടാം എന്നുള്ളത് അല്ലേ. അപ്പോൾ 12 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? 10 പ്ലസ് 2 10 പ്ലസ് 2 10നെ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് പ്ലസ് 2 ഈ 2 തന്നെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. അതിനുശേഷം 10 10 പ്ലസ് ഈ 2 പ്ലസ് 2 എത്രയാ? 4 4ആണ്. പിന്നെ 10ഉം 4ഉം 14. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണം. ഇവിടെ 15 കൂട്ടണം 3 ആണ് അല്ലേ. 15 പ്ലസ് 3. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? 15 നമുക്ക് 10 അതിൽ നിന്ന് മാറ്റിയാൽ ബാക്കി എത്രയാ 15ൽ? 10 പ്ലസ് 5 അല്ലേ. 10 പ്ലസ് 5 അല്ലേ 15. അതിലേക്ക് പ്ലസ് 3 അങ്ങനെ എഴുതാം. ഇനി ഇവിടെ 10 പ്ലസ് ഈ 5ഉം 3ഉം കൂട്ടുമ്പം 8 അല്ലേ. 8 ആണ്. ഇപ്പോൾ 10 പ്ലസ് 8 10 പ്ലസ് 8 എത്രയാ? 18. ഈ രീതിയിൽ ചെയ്യാം. അടുത്തത് 16 നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 6 പ്ലസ് 2. പിന്നെയോ 10 പ്ലസ് 6 പ്ലസ് 2 എത്രയാ? 8 തന്നെ. അപ്പോൾ ഇവിടെ 18. അടുത്തത് 11 പ്ലസ് 5. 11 നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 1 ആണ് 11 പ്ലസ് ഇവിടെയുള്ള 5. അപ്പോൾ 10 പ്ലസ് 1 പ്ലസ് 5 എത്രയാ? 6 ആണ്. 10 പ്ലസ് 6 16. ഇനി 14 പ്ലസ് 6. അപ്പോൾ 14 എന്നുള്ളത് 10 പ്ലസ് 4 പ്ലസ് 6. അപ്പോൾ 10 പ്ലസ് 4 പ്ലസ് 6 എത്രയാ? 4 കൂട്ടണം 6 എത്രയാ? 10 അല്ലേ. 10 ആണ്. 10 പ്ലസ് 10 20. ഈ രീതിയിലുള്ള കണക്ക് മക്കൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ വഴിയേ ഇടാം കേട്ടോ. അപ്പോൾ മക്കൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കി പഠിക്കണേ. അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.